السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الله شرف شيخ السادة الكبرى من سهر وردية بالفضل قد بهرا، شيخ به نال أمي وذو سفه من المقامات ما لم يرغب البصرا. ഏറ്റവും ബഹുമാനാദരവുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ, ബഹുമാനികളായ പണ്ഡിത മഹത്തുക്കൾ, മറ്റ് പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്ന് നമുക്ക് മഹാനായ അൽ ആരിഫുർ റബ്ബാനി വൽ ഗൗസുൽ കാമിലുസ് സമദാനി അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരൽപ്പം ബർക്കത്തിന് വേണ്ടി പറയാം. ഹിജ്റ വർഷം 10-ാം നൂറ്റാണ്ടിൽ വളപട്ടണം ജനിച്ച മഹാനായ അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിനി സുഹ്റവർദി ത്വരീഖത്തിന്റെ കേരളത്തിൽ അറിയപ്പെട്ട ശൈഖും കുത്തുബുമാണ്. സുഹ്റവർദിയ ത്വരീഖത്തിന്റെ പ്രചരണം നമ്മുടെ നാടുകളിലൊക്കെ മഹാനവറുകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അബ്ദുൽ ഖാദിർ സാനി എന്ന് പറയാൻ തന്നെ കാരണം ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം ആ പേരിൽ ഇത്ര വലിയ സ്ഥാനമുള്ള ഒരാൾ മഹാനവറുകളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ മഹാനവറുകൾക്ക് അബ്ദുൽ ഖാദിർ സാനി രണ്ടാമൻ എന്നർത്ഥവും അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് പുറത്തിയിൽ മക്കാമിന് അതിന്റെ പരിസരത്തിന് കേരളത്തിലെ ബഗ്ദാദ് എന്നുമാണ് അറിയപ്പെടുന്നത്. ആ രൂപത്തിൽ ബഹുമാനവും സ്ഥാനവും നൽകുന്ന രൂപത്തിലാണ് ജനങ്ങൾ ആ പരിസരം കാണുന്നതും ആ പരിസരത്ത് അവർ ജീവിക്കുന്നതുമൊക്കെ. മഹാനവറുകൾ ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആത്മീയ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു മഹാൻ തന്നെയാണ്. ആയിരക്കണക്കായ മുരീദന്മാർക്ക് തർബിയത്ത് കൊടുത്ത് അവരൊക്കെ വലിയ സ്ഥാനം, കുത്തുബിന്റെ വരെ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ പിതാവ് ഹമദാനിലെ ഒരു ഭരണാധികാരിയാണ്. ഇലാഹി ഫിക്ർ മഹാനവറുകളെ പിടികൂടിയപ്പോൾ അവിടുത്തെ ഭരണമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ തേടി അവന്റെ പ്രീതി പ്രതീക്ഷിച്ചു പൊരുത്തത്തിന് വേണ്ടിയുള്ള മുജാഹദ മഹാനവറുകൾ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും കറങ്ങി മഹാനവറുകൾ അവസാനം എത്തിപ്പെടുന്നത് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന പ്രദേശത്താണ്. അവിടെ എത്തിപ്പെടുകയും ആ സമയത്ത് മഹാനവറുകൾക്ക് ഷെയ്ഖ് ഉസ്മാൻ എന്നറിയപ്പെട്ട ആ മഹാനവറുകൾക്ക്
ഒരു സ്വപ്നം ദർശനം അവിടെ നിന്ന് ലഭിക്കുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ അതിലായി നിങ്ങൾക്കൊരു ഖുതുബുൽ അഖ്താബ്, ഒരു ഔസുൽ ആളം ജനിക്കാനിരിക്കുന്നു എന്നായിരുന്നു ആ സ്വപ്നം. അത് കേട്ടുകൊണ്ട് മഹാനവർകൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും അവിടുത്തെ ഖാദിയെ അന്വേഷിച്ച് പുറപ്പെട്ട് ഖാദിയുമായി ബന്ധപ്പെടുകയായിരുന്നു. മഹാനാകുന്ന ഖാദി അവർക്ക് അതേ രാത്രിയിൽ തന്നെ ഒരു സുന്ദരിയായ, സുമുഖിയായ, സൽസ്വഭാവിയായ ഒരു സ്ത്രീയെ കല്യാണം ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ വിവാഹം ചെയ്ത് വളപട്ടണത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് പല മക്കളെയും നൽകുകയും അതിൽ വളരെ പ്രധാനമായ ഒരു മകനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അക്കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന ഒരു അമുസ്ലിമായതാകുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിന്റെ കൂടെ കുറെ ജ്യോത്സ്യന്മാരും നക്ഷത്രഫലം പറയുന്നവരുമൊക്കെയുണ്ട്. അവരുടെ വിശ്വാസാചാര പ്രകാരമുള്ള ചില കണക്കുകളൊക്കെ നോക്കി വളപട്ടണത്ത് ഒരു കാര്യമായ ഒരു ശിശുവിനെ പ്രസവിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആ കുട്ടിയിൽ ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ടെന്നും ആ കുട്ടിയുടെ ചില ശുഭലക്ഷണങ്ങൾ, സ്വഭാവങ്ങളൊക്കെ അവർ രാജാവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതെല്ലാം കേട്ട രാജാവ് ഈ കുട്ടിയെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ആ കുട്ടിയെ സന്ദർശിക്കുകയും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്കാവശ്യമായതാകുന്ന ചെലവുകളും അവർക്കാവശ്യമായ സമ്പത്തുകളുമെല്ലാം അവരെ ഉമ്മയെ ഏൽപ്പിക്കുകയും വേണ്ടുന്നതെല്ലാം ആനുകൂല്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ പ്രായം 5 or 6 വയസ്സായപ്പോൾ ആ കുട്ടിയെ മഹാരാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ദത്തെടുക്കുകയും അവരെ വളർത്തുകയും അവിടുത്തെ മന്ത്രിയായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹുവിന് 16 വയസ്സ് തികയുമ്പോൾ മഹാനവറുകൾ ഒരു പഠനത്തിന് വേണ്ടിയിട്ടും പോയിട്ടില്ല. സാക്ഷാൽ ഉമ്മിയാണ്, തീരെ എഴുതാനോ വായിക്കാനോ ഒരു പഠനവും നടത്താത്ത മഹാനവറുകൾ ഈ മഹാരാജാവിന്റെ കീഴിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയും 16 വയസ്സായ സമയത്ത് അവിടുത്തെ ഉമ്മ തനിച്ചാണ് തന്റെ വീട്ടിലുള്ളത്. തന്റെ ഉപ്പ ഈ കുട്ടിയെ ഗർഭിണിയായതാകുന്ന സാഹചര്യത്തിൽ തന്നെ വീട്ടിൽ നിന്നിറങ്ങി പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് ആരും അറിയുകയില്ല. ആ രൂപത്തിൽ അദ്ദേഹം അവിടെ നിന്ന് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. തനിച്ച ഉമ്മ മാത്രം വീട്ടിലുള്ള സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് 4 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം സാധുക്കളെ പോലെ, ഫുഖറായിനെ പോലെ വളരെ പാവപ്പെട്ടവരെ രൂപത്തിലും വേഷത്തിലും കയറി വരികയാണ്. അവിടുത്തെ ഉമ്മയോട് ചോദിച്ചു, അബ്ദുൽ ഖാദിർ എവിടെയാണ്? മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങളെ കുറിച്ച് ഉമ്മ പറഞ്ഞു, ഹുവ ഇൻദ സുൽത്താനി, അദ്ദേഹം ഭരണാധികാരിയുടെ അടുത്താണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം ഭക്ഷണം തരണം. ഉമ്മ പറഞ്ഞു, എന്റെ അടുത്തൊന്നുമില്ല. അബ്ദുൽ ഖാദിർ സാനി കുട്ടിയുടെ ഒരു ബക്രത്ത്, ഒരു പശു മാത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. ആ പശു വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളുക, അതേ ഉള്ളൂ, അത് അബ്ദുൽ ഖാദിർ സാനിയുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരാ പശുവിനെടുക്കുകയും അതിനെ അറക്കുകയും മാംസമാക്കുകയും ആ വീട്ടുമുറ്റത്തുള്ളതാകുന്ന ഒരു പ്ലാവ് മുറിച്ച്
അത് വിറകുകളാക്കി കീറി ആ വിറക് കൊണ്ട് അവര് ഈ മാംസം വേവിക്കുകയും അവര് അതിൽ നിന്ന് ഭക്ഷിക്കുകയും അവസാനം അതിൽ നിന്ന് ഒരൽപ്പം എടുത്ത് മാംസവും അവരുടെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിയും അതിൽ നിന്നൊരൽപ്പം എടുത്തുകൊണ്ട് ഈ ഉമ്മനെ ഏൽപ്പിക്കുകയും നിങ്ങളുടെ കുട്ടി വന്നാൽ, അബ്ദുൽ ഖാദർ വന്നാൽ ഇത് അവർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു അവർ അവിടെ നിന്ന് സ്ഥലം വിടുകയായി. അവരങ്ങോട്ട് പോയപ്പോൾ തന്നെ ആ ബഖറത്തും അതുപോലെ ആ മുറ്റത്തുള്ള പ്ലാവുമൊക്കെ പൂർണ്ണോപരി പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മഹാനാകുന്ന അബ്ദുൽ ഖാദർ സാനി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയും ഉമ്മ ഇവിടെ നടന്ന സംഭവങ്ങളെ മുഴുവനും അവരെ ബോധ്യപ്പെടുത്തുകയും അവര് കൊടുത്ത ഭക്ഷണം ഉമ്മ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങൾ ആ ഭക്ഷണം കയ്യിലെടുത്ത് അവിടെ നിന്ന് ഇവരെങ്ങോട്ടാണ് പോയത് എന്ന സ്ഥലം ചോദിക്കുകയും അവര് പോയ വഴിക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി നടക്കുകയും അങ്ങനെ നടക്കുന്ന സമയത്ത് ബത്കല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവരെ മഹാനവറുകൾ കണ്ടെത്തുകയും ചെയ്യും. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഇവരുമായി സലാം പറഞ്ഞ് സംഭാഷണം നടത്തുകയും ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് ബഹുമാനപ്പെട്ടവരോട് അബ്ദുൽ ഖാദർ സാനി തങ്ങളോട് ഇവരോട് ചോദിച്ചു, ഹൽ ഇൻദകും തആമുൻ, നിങ്ങളുടെ ആരുടെ അടുക്കലെങ്കിലും ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനാകുന്ന അബ്ദുൽ ഖാദർ സാനി തങ്ങൾ പറഞ്ഞു, ഇൻദി തആമുൻ, എന്റെ അടുത്തൊരൽപ്പം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഭക്ഷണം അവരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയും അവരെല്ലാം ഒന്നിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുകയും അതിൽ നിന്ന് ഒരു പിടിയെടുത്തുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, ഈ ഭക്ഷണം നീ കഴിക്കണമെന്ന് പറഞ്ഞ് അബ്ദുൽ ഖാദർ സാനി റളിയല്ലാഹു അൻഹുവിന് കൈമാറുകയും ചെയ്യുകയായി. മഹാനാകുന്ന അബ്ദുൽ ഖാദർ സാനി ബാലാഫത്തിനി റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി സന്തോഷത്തോടെ ബറക്കത്തിന് വേണ്ടി അത് കഴിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരാണ് മഹ്മൂദുൽ ഖബൂശാനി റളിയല്ലാഹു അൻഹു. ആ മഹ്മൂദുൽ ഖബൂശാനി റളിയല്ലാഹു തആല അൻഹു ഒരു പിടി ഭക്ഷണം എടുത്തുകൊണ്ട് മഹാനവറായ അബ്ദുൽ ഖാദർ സാനി തങ്ങളോട് ഇത് കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്റെ കയ്യിലുള്ള ഇജാസത്തുകളും തന്റെ സൂഫി പട്ടവും ഖിർഖ മുഴുവനും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു, അന ഇദാ മിത്തു ഫഗ്സിൽ അൻത വസല്ലി അലയ്യ, നീ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മയ്യത്ത് കുളിപ്പിക്കുകയും എന്റെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു മഹാനാകുന്ന ഷെയ്ഖ് മഹ്മൂദുൽ ഖബൂശാനി റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങൾ അവരുമായി ബൈഅത്തുകളൊക്കെ നടന്നു അവിടുന്ന് തന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുകയും ആ സമയത്ത് നേരത്തെ പറയപ്പെട്ട ഭരണാധികാരി, അമുസ്ലിമായ ഭരണാധികാരി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങളിലേക്ക് അവിടുത്തെ ദൂതന്മാരെ പറഞ്ഞയക്കുകയും കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ മഹാനാകുന്ന അബ്ദുൽ ഖാദർ സാനി തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. വലാ ഹാജത്തുൻ ഫീ ഖിദ്മതിക ബൽ അർജിഉ ഇലാ റബ്ബി, നിനക്ക് സേവനം ചെയ്ത് തുടരാൻ ഞാൻ കൊതിക്കുന്നില്ല, മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ റബ്ബിലേക്കാണ് ഇനി മടങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ മറുപടി നൽകുകയാണ്. ഇത് കേൾക്കുകയും ആ സമയത്ത് സുൽത്താൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സാനി തങ്ങളോട് ചോദിച്ചു, കുഴപ്പമില്ല, എന്നാൽ നിങ്ങൾക്ക് എന്താണ് മഹാജത്തുക, നിങ്ങൾക്ക് എന്താണ് വേറെ ആവശ്യമുള്ളത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് പുറത്തിയിൽ എനിക്കൊരു സൗകര്യം ചെയ്തു തരണം, എനിക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തി തരണമെന്ന് പറയുകയും മഹാനാകുന്ന അബ്ദുൽ ഖാദർ സാനി തങ്ങൾക്ക് ആ സുൽത്താൻ അത്തരത്തിലുള്ള മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ മഹാനവറുകൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊടുക്കുകയും അതില് വളരെ ബഹുമാനിയായ പ്രധാനിയായ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു തആല അൻഹു. അവർക്ക് അല്ലാഹു നൽകിയ പ്രധാനപ്പെട്ട ഒരു കുട്ടിയാണ് കമാലുദ്ദീൻ ബാലാഫത്തിനി റളിയല്ലാഹു അൻഹു. അടുത്ത ഉപ്പക്ക് ഏക മകൻ അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേ സമയത്ത് അബ്ദുൽ ഖാദിർ സാനി തങ്ങൾക്ക് പല മക്കളെ കൊടുത്തതിൽ പ്രധാനപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ബാലാഫത്തിനി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ മഹാനവറുകൾ പുറത്തിയിൽ മുറബിയായ ഷെയ്ഖായി ആയിരക്കണക്കിന് ആളുകൾക്ക് തർബിയത്ത് കൊടുത്തുകൊണ്ട് ജീവിക്കുകയും മഹാനവറുകൾ വഫാത്താകുന്നത് ഹിജ്റ വർഷം 983 ദുൽഖഅദ് 16 വെള്ളിയാഴ്ച രാവിനാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇട പറയുന്നത്. ഒട്ടനവധി കറാമത്തുകൾ മഹാനവറുകൾക്ക് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. കൂട്ടത്തിൽ ഒരിക്കൽ മഹാനവറുകൾ സമുദ്രത്തിലൂടെ ഒരു ചെറിയ പായ്ക്കപ്പലിൽ കയറി കണ്ണൂരിലേക്ക് എന്ന് പറഞ്ഞു അവിടത്തെ ഒരു യാത്ര. പെട്ടെന്ന് ആ ചെറിയ കപ്പലിന് കേടുപാടുകൾ പറ്റുകയും അത് മുങ്ങുകയുമൊക്കെ ചെയ്തു. ഏതാനും സഹയാത്രികൾ കൂടെയുള്ളവർ അവരെല്ലാം ബഹറിലൂടെ നീന്തി കരയിലേക്ക് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി തങ്ങളെ കണ്ടില്ല. ബാക്കിയുള്ളവരെല്ലാം നീന്തി എത്തിയിട്ടുണ്ട്. അവരാകെ വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ ഖാദിർ സാനി തങ്ങളുണ്ട് അവരുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അവിടെ നിന്ന് നനഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മഹാനവറുകൾ തന്റെ ഇമാമത്തും തലപ്പാവും കയ്യിലൊരു വടിയുമെല്ലാമായി കൊണ്ടിരിക്കുന്നത് കണ്ടു. മഹാനവറുകളോട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഖദ് മാത ശൈഖി കമാലുദ്ദീൻ മഹ്മൂദുൽ ഖബൂശാനി, എന്റെ ശൈഖായ മഹ്മൂദുൽ ഖബൂശാനി തങ്ങൾ ഇന്ന് വഫാത്തായി. ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. അവരെ കുളിപ്പിച്ച് മഹാനവറുകളെ നിസ്കരിച്ച് മറവ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് എന്നായിരുന്നു അവിടുന്ന് പ്രതികരിച്ചത്. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ആശ്ചര്യമുടയ അത്ഭുതകരമായ നിരവധി കറാമത്തുകൾ നമുക്ക് കാണാൻ കഴിയും. നൂറുകണക്കായ മുരീദന്മാരെ മഹാനവറുകൾ ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകളെ വരെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചതും അവർക്കൊക്കെ വലിയ സ്ഥാനം നൽകിയതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അക്കൂട്ടത്തിൽ ഒരു ചരിത്രമാണ് സുഹ്റവർദി ത്വരീഖത്തിന്റെ പല മശായിഖന്മാരും റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്രമാണ്. ഒരിക്കൽ അബ്ദുൽ ഖാദിർ സാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പൊന്നാനിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഇറക്കാത്ത് എന്ന് പറയുന്ന പരിസരത്തേക്ക് എത്തിയപ്പോൾ മഹാനവറുകൾ അവിടെ ഒരു വ്യക്തിയെ കണ്ടെത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഇമാദുദ്ദീൻ ഹസൻ ബിൻ അലി അത്തൈക്കാഫത്തി എന്നായിരുന്നു. മഹാനവറുകൾ അദ്ദേഹത്തിനെ വിളിക്കുകയും എന്നിട്ട് അഖറഅത ശൈഅൻ മിനൽ ഖുർആനി, നീ ഖുർആൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞത് എനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അത്തജീഉ മഈ, നീ എന്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുവോ? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, തീർച്ചയായും എനിക്ക് നിങ്ങളോട് മഹബത്തും സ്നേഹവും ആദരവുമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരും കൂടെ പൊന്നാനിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ആ വഴിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ സാധാരണക്കാരനായ വ്യക്തിക്ക് സൂറത്തു തക്കാസുറിനെ ഇന്നാഴ്ത്തൈനാക്കൽ കൗസർ എന്ന സൂറത്തിനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പൊന്നാനിയിലെത്തി
ആ സമയത്ത് അന്നവിടുത്തെ ഖാദി ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ സഹോദരിയുടെ മകനായ അശ്ശൈഖ് റഹ്മഹുള്ളയായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തിനോട് ജനങ്ങൾ ചോദിച്ചു, ഈ വന്നത് ആരാണെന്ന് ചോദിച്ചപ്പോ അത് സുഹ്റവർദി മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് മഹാനായ ഖാദി മറുപടി പറഞ്ഞെങ്കിലും പരിസരവാസികൾക്ക് അദ്ദേഹത്തിനെ അറിയാതെ അവര് നിസ്സാരവൽക്കരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ആ സമയത്ത് ഈ ചരിത്രമൊക്കെ, ഈ സംഭവമൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് ചെന്ന് ഉദ്ധരിക്കുകയും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കുകയും അതോടൊപ്പം ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് വഅദ് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അന്നവിടെ ഒരു വഅദിന്റെ സമയമായി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് വഅദ് പറയാൻ വേണ്ടി പറയുകയും ആ സമയത്ത് മഹാനാകുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിന് തങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എനിക്ക് ഈ സമയത്ത് പ്രയാസമൊക്കെയുണ്ട്, എനിക്ക് ഈ സമയത്ത് ക്ഷീണമുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പിന്നെയും നിർബന്ധിപ്പിക്കുകയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ അവിടത്തതാകുന്ന കൂടെ കൊണ്ടുവന്ന ഈ സാധാരണക്കാരനായ വ്യക്തിയോട് പറഞ്ഞു, നീ അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് എന്ത് വഅദ് പറഞ്ഞു കൊടുക്കാനാണ്, എനിക്കൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ എനിക്ക് വഴിയിൽ പഠിപ്പിച്ച ഒരു സൂറത്തുൽ കൗസർ അല്ലാതെ എനിക്ക് വേറൊന്നും അറിയുകയില്ല എന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ അവരോട് പറഞ്ഞു, നീ ഓതിയ, നീ പഠിച്ച അത് മതി, നീ അവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുകയും അവിടുത്തെ മഹത്താകുന്ന കൈകൊണ്ട് ബഹുമാനപ്പെട്ട ഈ മുരീദിന്റെ നെഞ്ചില് ഒന്ന് തടവിക്കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വായയിലേക്കൊന്ന് തുപ്പിക്കൊടുക്കുകയും എന്നിട്ട് വഅദ് പറയാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് മഹാനാകുന്ന സുഹ്റവർദി ഷെയ്ഖിന്റെ ശിഷ്യനായ അദ്ദേഹം ഹസൻ ബിൻ അലി എന്ന് പറയുന്ന അദ്ദേഹം വലിയ വഅദ് പറഞ്ഞു കൊടുക്കുകയും ചുറ്റുഭാഗത്തും നിരവധി പണ്ഡിതന്മാരും സാലിഹ്യങ്ങളുമുള്ള നിറഞ്ഞു നിൽക്കുന്ന മജ്ലിസിൽ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തഫ്സീറുകളും ഹദീസുകളും ഓരോ ആയത്തിന്റെയും ബാഹ്യവും അതിന്റെ പ്രബലവുമായ പല അർത്ഥങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹഖായിഖുകൾ, ഒരുപാട് ആന്തരികമായതാകുന്ന തസവ്വുഫിന്റെ മാനകൾ ഇതെല്ലാം വെച്ച് മഹാനവറുകൾ നീണ്ട സമയം അവിടുന്ന് വഅദ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പല ആളുകളെയും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ ബാലാഫത്തിന് തങ്ങൾ വലിയ ഉയർന്ന മർത്തബയിലേക്ക് അവരെ എത്തിച്ചു കൊടുത്തതാകുന്ന സംഭവങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവിടുത്തെ ഒരു മുരീദ് അശ്ശൈഖുൽ മഖ്ദൂം ഉസ്മാനുൽ മാറാഇ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ സ്ഥാനമുള്ള മഹാനാണ്. അദ്ദേഹം സാധാരണ നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാറ് നിയ്യത്ത് വെച്ച് കഅബാലയത്തിന് അവിടുത്തെ രണ്ട് കണ്ണുകൾ കൊണ്ട് നേർക്ക് കണ്ട് അനുഭവിച്ചതിന് ശേഷമാണ്, കഅബാലയത്തിന് തന്റെ മുമ്പിലായി ഇങ്ങോട്ട് കണ്ടതിന് ശേഷമാണ് അവിടുന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാറുള്ളത്. ഒരിക്കൽ മഹാനാകുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി തങ്ങളും ബഹുമാനപ്പെട്ട ഉസ്മാനുൽ മാറാഇ റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരും കൂടെ കണ്ണൂർ ഒരു ദിവസം യാത്ര ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ ഈ മുരീദായ മഖ്ദൂം ഉസ്മാനുൽ മാറാഇ റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കാൻ വേണ്ടി അവിടുന്ന് വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ തന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ സമയത്ത് മഖ്ദൂം നിയ്യത്ത് വെക്കുകയും നിയ്യത്ത് പല പ്രാവശ്യം ആവർത്തിക്കുകയും തക്ബീർ ചെല്ലാതെ സമയം നീളുന്നതുമൊക്കെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ പറഞ്ഞു, കബ്ബിർ ലിസ്സലാ ലൈസൽ അംറു കമാ ദനൻത,
എത്രയും പെട്ടെന്ന് നീ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. എപ്പോഴും കാര്യങ്ങൾ നീ ഉദ്ദേശിച്ചതുപോലെ ആകണം എന്നില്ല എന്ന് പറയുകയും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ വേണ്ടി പറയുകയും ചെയ്യും. മഹാനവറുകൾ തക്ബീർ ചൊല്ലി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് രണ്ടാളും പിരിഞ്ഞതാകുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിന് തങ്ങൾ ആ മുരീദിനെ ഉപദേശിക്കുന്നത് കറാമത്ത് എന്ന് പറയുന്നത്, കശ്ഫ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു വലിയന് വെളിവാകണം എന്നില്ല. അതൊക്കെ വെളിവാകേണ്ടത് ചില സാഹചര്യങ്ങളിൽ, നിർബന്ധിത ചില സാഹചര്യങ്ങളിലായിരിക്കുമെന്ന് ആ മുരീദിനെ ഉപദേശിക്കുകയായിരുന്നു. ഇങ്ങനെ അവിടുത്തെ മുരീദന്മാർ കഅബാലയത്തിനെ ബാഹ്യമായി തന്നെ നേർക്കുനേരെ കൺമുമ്പിൽ കണ്ടുകൊണ്ടൊക്കെ നിസ്കരിക്കുന്ന പല മഹാന്മാരും അവിടുത്തെ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ സാനി ബാലാഫത്തിന് തങ്ങളുടെ മുരീദന്മാരിൽ വളരെ പ്രധാനമായ ഒരാളാണ് അബ്ദുറഹ്മാനുൽ ഉമ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഖ്ദൂമുമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച് അവിടുത്തെ വഫാത്തുമായി അനുബന്ധമായ രോഗങ്ങളിൽ കിടക്കുന്ന സമയം അബ്ദുൽ ഖാദിർ ഉമ്മാനിയോട്, അബ്ദുറഹ്മാനുൽ ഉമ്മാനിയോട് പുറത്തിയിൽ തന്റെ ഖലീഫയായി കൊണ്ട് നിൽക്കണമെന്നും എന്റെ മരണശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേതൃത്വം നൽകി, ആത്മീയമായ നേതൃത്വം ഇവർക്ക് നൽകി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയായിരുന്നു. അവിടുത്തെ മകനായ ഷെയ്ഖ് കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ മകനായ കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മബ്ലഗുർ റിജാലിലെത്തുമ്പോൾ, അതായത് ആത്മീയ ലോകത്തിന്റെ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ആ സമയം നിങ്ങൾ ഈ സുഹ്റവർദി ത്വരീഖത്തിന്റെ ഖിലാഫത്തും മറ്റും അദ്ദേഹത്തിനെ ഏൽപ്പിക്കണമെന്നുമായിരുന്നു അവിടുത്തെ ഉപദേശം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങൾ വഫാത്താവുകയും അവിടുന്ന് വസിയത്ത് ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാനുൽ ഉമ്മാനി തങ്ങൾ പുറത്തിയുടെ ആത്മീയ ഭരണം മുഴുവനും നടത്തിവരുന്ന സമയം സാധാരണ ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ബാങ്ക് വിളിക്കാൻ അബ്ദുറഹ്മാനുൽ ഉമ്മാനി റളിയല്ലാഹു അൻഹു മകനെയാണ്, കമാലുദ്ദീൻ എന്നതാകുന്ന കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഒരിക്കൽ മഹാനവറുകൾ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിക്കുകയും സുബഹിന്റെ സമയമായപ്പോ 2 തവണ വിളിച്ചിട്ടും മഹാനവറുകൾ വിളിക്കുത്തരം നൽകിയില്ല. 3ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ വിളിക്കുത്തരം നൽകിയത്. ആ സമയത്ത് 3ാം തവണയും വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി എഴുന്നേൽക്കുകയും വുളൂ ചെയ്യുകയും ബാങ്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാനുൽ ഉമ്മാനി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മോനെ, ഞാൻ 2 പ്രാവശ്യം നിന്നെ വിളിച്ചപ്പോഴും നീ എന്തുകൊണ്ട് മറുപടി നൽകിയില്ല എന്ന് ചോദിച്ചു. ഒറ്റ പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ നീ എന്റെ വിളി കേട്ട് എന്റെ അടുത്തേക്ക് വരാറുള്ള നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ
മഹാനാകുന്ന കമാലുദ്ദീൻ ശൈഖ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആദ്യം എന്നെ വിളിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചു, റഹ്മാനായ റബ്ബിന്റെ അർശിൽ നിന്ന് ഒരു കോഴി ബാങ്ക് വിളിക്കണ സമയമാകുമ്പോൾ എഴുന്നേറ്റ് അവിടുന്ന് ശബ്ദിക്കാറുണ്ട്. 2 തവണയും ഇന്ന് ആ കോഴി ശബ്ദിച്ചിട്ടില്ലായിരുന്നു. 3ാമത്തെ തവണ നിങ്ങൾ വിളിച്ചപ്പോഴാണ് ആ അർശുർ റഹ്മാനിൽ നിന്ന് ഈ കോഴി ശബ്ദിച്ചിട്ടുള്ളത്. ആ സമയത്താണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ സാധാരണ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോ ആ അർശുർ റഹ്മാനിൽ നിന്ന് കേൾക്കുന്ന കോഴിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ബാങ്ക് വിളിക്കാറുള്ളത് എന്ന് മഹാനവർകൾ അബ്ദുറഹ്മാൻ ഉമ്മാനി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഉമ്മാനി റളിയല്ലാഹു അൻഹു കമാലുദ്ദീൻ ശൈഖിനോട് പറഞ്ഞു, തഖദ്ദം ഇലസ്സലാത്തി ഇമാമ, നീ തന്നെയാണ് നീ ഇമാമത്ത് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ ഇമാമത്ത് നിർത്തുകയും മഹാനാകുന്ന അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ മകനായ കമാലുദ്ദീൻ ശൈഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുകയുമാണ്. അങ്ങനെ സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു, നിസ്കരിച്ചു കഴിഞ്ഞു. ഒരു സലാം വെട്ടി വലത്തെ ഭാഗത്തേക്ക്, പക്ഷേ 2ാമത്തെ സലാം ഇടത്തെ ഭാഗത്തേക്ക് അദ്ദേഹം വീട്ടുന്നതായി കാണുന്നില്ല. അതേ ഇരുത്തം ഇരിക്കുകയും അദ്ദേഹത്തിന്റെ മുഖം വലത്തെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞ രൂപത്തിൽ അതേ ഇരുത്തം ഇരിക്കുകയും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉമ്മാനി തങ്ങളും മറ്റു മുഅ്മിനീങ്ങളുമൊക്കെ അവര് 2ാമത്തെ സലാമും വെട്ടി അവരുടെ സുബഹിക്ക് ശേഷമുള്ള ഔറാദുകളിലേക്ക് പ്രവേശിക്കുകയും അത് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്തൊക്കെയും ഷെയ്ഖ് കമാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതേ ഇരുത്തത്തിലാണ്. കുറെ സമയം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ മുഖം തിരിച്ചു സലാം വീട്ടുന്നതായി കണ്ടപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞു ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് 2ാമത്തെ സലാം വിട്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാൻ 1ാമത്തെ സലാം വിട്ടിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസഹാബഹു ഫസ്തഹിയതു അൻ അൽതഫിത അൻഹും, എന്റെ വലത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സഹാബിനെയും ഞാൻ കണ്ടെത്തിക്കുകയാണ്. ആ സമയത്ത് അവരുടെ മുഖത്ത് നിന്ന് ഇങ്ങോട്ട് തലതിരിക്കാൻ എനിക്ക് ലജ്ജ തോന്നിയത് കൊണ്ടാണ് ഞാൻ തിരിക്കാതിരുന്നത് എന്ന് പറയുകയും ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മഖ്ദൂമി അൽ ഉമ്മാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പാപ്പ നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാകുന്ന ഏതാനും ത്വരീഖുകളും ഇജാസത്തുകളും ഈ ഖിർഖകളും ഒക്കെയുണ്ട്. അത് മുഴുവനും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ മബ്ലഗു ദിജാലിൽ ഒരു പ്രത്യേക സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തരാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ഉമ്മാനി റളിയല്ലാഹു അൻഹു അത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ സാനി തങ്ങളുടെ നേരെ മകനായ കമാലുദ്ദീൻ ശൈഖിനെ കേൾപ്പിക്കുകയും പിന്നീട് അബ്ദുറഹ്മാൻ അൽ ഉമ്മാനി തങ്ങൾ പൊന്നാനിയിലേക്ക് തന്നെ തിരിച്ചു വരികയുമായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ പല പല ആത്മീയ നേതാക്കളും ഇവിടുത്തെ മുരീദന്മാരായിട്ടും വലിയ വലിയ സ്ഥാനത്തെത്തിയവരുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മയും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരൊക്കെ പൊരുത്തം അല്ലാഹു നമുക്കും നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.